മുതിർന്ന നേതാവ് എ കെ ആന്റണിക്കെതിരായ വിമർശനത്തെ സഭയിൽ എതിർക്കാത്തതിൽ ന്യായീകരണവുമായി കോൺഗ്രസ്. മുഖ്യമന്ത്രി സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആർക്കും സംസാരിക്കാൻ അവസരമില്ല എന്ന വാദമുയർത്തിയാണ് പ്രതിരോധം. എ കെ ആന്റണിയെ അവഹേളിക്കുമ്പോൾ പ്രതിപക്ഷാംഗങ്ങൾ പ്രതിരോധിക്കേണ്ടതായിരുന്നുവെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. എ കെ ആന്റണിയുടെ വാർത്താ സമ്മേളനത്തിലെ പരാമർശത്തെ അനുകൂലിച്ചും എതിർത്തും പ്രതികരണങ്ങളുണ്ടായി. എ കെ ആന്റണിയുടെ ഭരണകാലത്തെ പോലീസ് നടപടികൾ ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിയും ഭരണപക്ഷവും പ്രതിപക്ഷത്തിനെതിരെ നിയമസഭയിൽ ആഞ്ഞടിച്ചിരുന്നു. ഇതിന് പ്രതിപക്ഷത്തു നിന്ന് ആരും പ്രതിരോധിക്കാതിരുന്നതോടെയാണ് എ കെ ആന്റണി സ്വയം പ്രതിരോധത്തിനിറങ്ങിയത്. ശിവഗിരി, മുത്തങ്ങ, മാറാട് സംഭവങ്ങളിലാണ് ആന്റണി പ്രതികരിച്ചത്. വാർത്താ സമ്മേളനത്തിന് പിന്നാലെ എ കെ ആന്റണിയെ പിന്തുണച്ച നേതാക്കൾ വിനോദം എന്നൊരു പോലീസുകാരനെ അടിച്ചു കൊലപ്പെടുത്തിയപ്പോൾ സ്വാഭാവികമായി ഉണ്ടായ ഒരു പോലീസ് നടപടിയാണ്. പക്ഷെ ആദിവാസികൾക്ക് നേരെ അത് നടത്താൻ പാടില്ല, ക്ഷമ ചോദിക്കുന്നുവെന്ന് ശ്രീമാൻ എ കെ ആന്റണി പറഞ്ഞത് ഒരു മഹത്തായ കാര്യമാണ്. കോൺഗ്രസ് നേതാക്കളുടെ പിന്തുണയോട് എ കെ ആന്റണിയുടെ പ്രതികരണം ഇങ്ങനെ: റണ്ണിങ് കമന്ററി എൻ്റെ ശൈലിയല്ല. അങ്ങനെ ഒന്നിനു പറയും ഒന്നായിട്ട് പ്രതികരണം കൊടുക്കുന്ന ഏർപ്പാട് എനിക്കില്ല. റണ്ണിങ് കമന്ററിക്കാനില്ല. ഇന്നലത്തോട് അധ്യായം ക്ലോസ് ചെയ്തു. എ കെ ആന്റണിയെ പിന്തുണച്ച് ശിവഗിരി മഠാധിപതി സ്വാമി സച്ചിദാനന്ദ രംഗത്തെത്തി. ബലം പ്രയോഗിച്ചും വിധി നടപ്പിലാക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു. ആ ഒരു സാഹചര്യത്തിലാണ് അന്നത്തെ ഗവൺമെന്റ് വിധി നടപ്പിലാക്കാൻ ശ്രമിച്ചത്. മുത്തങ്ങയിൽ അന്ന് അനുഭവിച്ച പീഡനങ്ങൾക്ക് എങ്ങനെ മാപ്പ് നൽകുമെന്നായിരുന്നു സമരത്തിന് നേതൃത്വം നൽകിയ സി കെ ജാനുവിന്റെ പ്രതികരണം. വൈകിയ വേളയിൽ ഖേദം പ്രകടിച്ചതിൽ എന്തായാലും തിരിച്ചറിഞ്ഞാൽ ആശ്വാസം എന്ന് പറയാൻ നമുക്ക് പറ്റില്ല. കാരണം അങ്ങനെ പറയണമെങ്കിൽ അതിൻ്റെതായിട്ടുള്ള എന്തെങ്കിലും ഒരു നടപടിക്രമങ്ങളിലേക്ക് ശരിക്കും പോകണമായിരുന്നു. എ കെ ആന്റണിയുടെ പരാമർശങ്ങൾ നിയമസഭയിൽ ഭരണപക്ഷം ചർച്ചയാക്കി. അതേസമയം സർക്കാർ പുറത്തുവിടണമെന്ന് എ കെ ആന്റണി ആവശ്യപ്പെട്ട ശിവഗിരി, മാറാട് ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ടുകൾ നേരത്തെ നിയമസഭാ വെബ്സൈറ്റിൽ പ്രസിദ്ധപ്പെടുത്തിയിരുന്നു. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.